ഹായ് ഹലോ നമസ്കാരം. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് വാക്കിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്നത് വണ്ടിയിലാണ് വിചാരിച്ചിട്ട് വാക്ക് തന്നെയാണ് കേട്ടോ. കുറച്ച് ടൈം യാത്ര ചെയ്യും, അതിനുശേഷം കുറച്ച് നേരം എക്സസൈസ് വാക്കിംഗ് ഒക്കെയാണ് ചെയ്യാറ്. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. മോൾട്ടീനെയും മഞ്ജുവിനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. 4 വർഷങ്ങൾക്ക് ശേഷം അവർ കേരളത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സൗദിയിലായിരുന്നു. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഒരു 6-6:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ഒരു ചെറിയൊരു അരുവി അവിടെ കുളിക്കാനും ഒക്കെ പോവുകയാണ്. അപ്പോൾ അവർക്കൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാട്ടോ. അപ്പോൾ നല്ല വ്യൂ ആണ്. നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്രീനിഷാണ് സ്ഥലം. അപ്പോൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തത്തേങ്ങലം ആണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഇവിടെ നടക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോട്ടൊക്കെ ഇട്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്ത് ഇനി ചെറുതായിട്ട് ഒരു കുന്ന് കയറണം. അപ്പോൾ ഫൈസൽക്ക് ഉണ്ട്, മോൾട്ടി, മഞ്ജു, പിന്നെ ഞങ്ങൾ 4 പേരായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. പ്രകൃതി നല്ല മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. മിസ്റ്റി മോർണിംഗ് എന്ന് തന്നെ പറയാം. ഈ പാറയുടെ മുകളിൽ നിന്നിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ദൂരെ നമുക്ക് മണ്ണാർക്കാട് ടൗണൊക്കെ കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ശ്രദ്ധിക്കുന്നത്. മോൾട്ടി പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ അരുവിയിലെ വെള്ളം എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ഈ കുന്നിൻ്റെ മുകളിൽ. ഇനി നേരെ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ കുളിക്കാൻ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷം ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ 2 പേരും ശരിക്കും അവർ എൻജോയ് ചെയ്തു കേട്ടോ. അതേപോലെ മോൾട്ടിനെയും കൊണ്ടാണോ? മോൾട്ടി മുങ്ങേ ആയിക്കോട്ടെ. അപ്പോൾ കുളിയും നീന്തലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിന് പോവുകയാണ്. തട്ടുകടയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ്. അതിൻ്റെ കൂടെ ചായയുണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാണ് തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു മോർണിംഗ് ആണ്. വീട്ടിലെത്തിയപ്പോഴേക്കിനും 10 മണിയായി എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.